എടാ ഓ നീ ഒന്നിങ്ങ് വന്നേ. എന്താടി ഇത് നല്ല ഡ്രിപ്പില്ലേ? ട്രിപ്പോ? എന്താ ഈ ട്രിപ്പ്? ഡ്രിപ്പ് നീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ലേ? എടി ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കും, പക്ഷേ ഈ ഡ്രിപ്പ് എന്ന വാക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. ജെൻസി സ്ലാങ് കേട്ടിട്ടുണ്ടാവല്ലേ? ജെൻസികളെ കുറിച്ചും ജെൻസി സ്ലാങ്ങുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരം വാക്കുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ പറയാം. ജെൻസി എന്ന് പറയുന്നത് ഒരു 90s to 2010 ഈ ഒരു അറൗണ്ടിൽ ജനിച്ച ആൾക്കാരാണ് നമ്മൾ കോമൺലി ജെൻസി എന്ന് പറയുന്നത്. ഈ ജെൻസിസ് വേർഡ്സ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻ വെർണക്കുലർ ഇംഗ്ലീഷ്. അതായത് ഇവരുടെ ഒരു കൾച്ചറിൽ BNP മ്യൂസിക്, അതുപോലെ തന്നെ ബ്ലാക്ക് കൾച്ചർ, അതുപോലെ പോപ്സ് മ്യൂസിക് കേട്ടിട്ടില്ലേ? അതിൻ്റെ അകത്തു നിന്നൊക്കെയാണ് ഈ ഒരു വേർഡുകൾ ഒറിജിനേറ്റ് ചെയ്തത്. എടി പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ K-ഡ്രാമ ഇല്ലേ, K-ഡ്രാമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ ജെൻസികൾ വന്നിട്ടുള്ള ഈ വാക്കുകൾ വന്നിട്ടുള്ളതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? മുന്നേ ഉള്ള ഒരു സംഭവമാണ്. അതിനുശേഷമാണ് ഈ K-ഡ്രാമ നമ്മളെ പോലത്തെ ടീനേജേഴ്സിന്റെ ഇടയിൽ പോപ്പുലർ ആയത്. അങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് ഫെമിലർ ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് കേരളത്തിലേക്ക് ഫെമിലർ ആയത്. അതുപോലെ തന്നെ നമുക്ക് ഫെമിലർ ആവാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കും, അവിടെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇപ്പം നമ്മൾ നോർമലി മലയാളത്തിലെ ചില വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അവർ യൂസ് ചെയ്യും. അവരിങ്ങനെ നമുക്ക് വീഡിയോസിലേക്കൂടെയൊക്കെ പറഞ്ഞ് അത് കേട്ടിട്ട് നമ്മളിങ്ങനെ അതൊരു ട്രെൻഡായിട്ട് കൊണ്ട് നടക്കും. എടി എനിക്ക് 1-2 വാക്കുകളൊക്കെ അറിയാം, മറ്റേ സ്കിബിഡി, പൂക്കി, ഓറ, അതൊക്കെ എനിക്കറിയാം. വേറെന്തെങ്കിലും ഉണ്ടോ? അതുപോലെ ലിറ്റ്, പിന്നെ ലിറ്റ് എന്താ? ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പറയുന്നത് ലൈറ്റിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ ടേം ആയിട്ടാണ് പറയാം. പക്ഷെ ഇവിടെ വരുമ്പം ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്, ആ ഒരു അർത്ഥത്തിൽ വരും. അതുപോലെ തന്നെ റിസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ആകർഷകമായത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരാം. അങ്ങനെ സ്കിബിഡി എന്ന് പറയുന്ന വേർഡിന് തന്നെ 2 അർത്ഥമുണ്ട്. സ്കിബിഡി എനിക്കറിയാം, പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ലല്ലോ. അതായത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പറയുന്ന ഒരു സംഭവം. അതായത് ഇപ്പോൾ നല്ലൊരു സാഹചര്യത്തിന്റെ കൂടെ നമ്മൾ ആ ഒരു ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിട്ട് മാറും. ഇതിപ്പം ഒരു ബാഡ്, അഗ്ലി എന്ന മീനിങ്ങും ഇതിൽ വരും. അതായത് യൂട്യൂബിൽ ഭയങ്കര മില്യണേഴ്സ് വ്യൂവേഴ്സ് വന്ന ഒരു വീഡിയോ, അതായത് നമ്മൾ ടിക്ടോക്കൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ട് നടന്ന സമയത്തുള്ള ഒരു വീഡിയോ എന്നാണ് ഈ സ്കിബിഡി ടോയ്ലറ്റ് എന്നുള്ള വേർഡ് തന്നെ വന്നത്. പിന്നെ അത് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ ഈ വേർഡും മാറ്റാൻ തുടങ്ങി. പക്ഷെ പൂക്കിയുടെ അർത്ഥം മറ്റേ ക്യൂട്ട് അങ്ങനെ തന്നെയല്ലേ? പണ്ട് നമ്മൾ ക്യൂട്ടിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇപ്പൊ പൂക്കി ഭയങ്കര ട്രെൻഡാണല്ലോ പൂക്കി. അതെ, പൂക്കി. അതുപോലെ വേറൊരു സംഭവം ഉണ്ട്, ഓറ. ഓറ എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ആ ടൈമിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയതാണ്. അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളില്ലേ, അതിനെ ഒരു മീറ്ററിലാണ് ഈ അടയാളപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ആക്ടിവിറ്റീസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കമൻറ്റിൽ എനിക്ക് 1000 ഓറ തരും. ഇനി ഞാൻ നെഗറ്റീവായിട്ടുള്ള സാധനമാണെങ്കിൽ -1000 അല്ലെങ്കിൽ -800 അങ്ങനത്തെ രീതിയിലാണ് ഈ ഓറ വരുന്നത്. മനസ്സിലായോ? അതുപോലെ ഒരുപാട് വേറെയും വാക്കുകളുണ്ട്. 1-2 പറയാവോ? സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയാസ്പദമായ എന്നുള്ള ഒരു മീനിങ് വരുന്നതാണ് ഇത്. അപ്പൊ നമ്മൾ അത് ഈസി ആയിട്ട് സസ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഗ്ലോ അപ്പ്, അതായത് ഗ്ലോ ആവുന്നതാണോ? അല്ല, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയി മാറുന്നത്, അതായത് നമ്മൾ മികച്ചത് എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഗ്ലോ അപ്പ് പറയുക. അതുപോലെ തന്നെ ഈ കൊറിയൻ ഡ്രാമാസിന്റെ ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ ഫാഷന്റെ ഇതൊന്നും മാറ്റിമറിച്ചതുപോലത്തെ അതായത് ഈ കൊറിയൻ ഡ്രാമാസിനെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന അർത്ഥം വരുന്ന കുറെ ഇതുണ്ട്. എനിക്കത് ടീനേജേഴ്സ് കൂടുതലായിട്ടും ഈ കൊറിയൻ ഫാഷൻ, കൊറിയൻ ട്രെൻഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബനിയൻസ്, ടീഷർട്സ് ഒക്കെ വന്നത്, പാൻസ്, അതെ, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിലെ ആക്ടേഴ്സ് ഈ ടൈപ്പിലുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്. ആ ആക്സസറീസ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഷോപ്സും ഇപ്പോൾ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് നമ്മളെ യൂത്തിൻ്റെ അടുത്ത് ഇത് ഒരു ട്രെൻഡ്, അതായത് നമ്മളെ വൈബ് തന്നെ മാറ്റിമറിക്കുന്ന ഒരിതായിട്ട് മാറിയിട്ടുണ്ട്. ഹൃദയ, ഈ ജെൻസി വാക്കുകളും ജെൻസി ട്രെൻഡും ഫാഷനും മാത്രമല്ല, ഈ ജെൻസികൾ ഈ ഓഫീസ് സ്പേസിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജെൻസികളെ ജോലിക്കെടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് ഈ വിദേശത്തുള്ള ആളുകൾ പറയുന്നത്. റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 1-2 വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ജെൻസികൾ എപ്പോഴും സോഷ്യൽ മീഡിയ അഡിക്റ്റാണ്, അവർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ലീവ് ലെറ്ററിന് പകരം നമ്മളിപ്പോൾ ഫോർമൽ ഒരു ലീവ് ലെറ്റർ എഴുതുമ്പം അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. പക്ഷെ അതിൽ നിന്ന് മാറി ഹായ്, ഗുഡ് മോർണിംഗ് ഇന്ന കാരണം ഒരു
2 സെന്റൻസിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവർ ലീവിന് അപേക്ഷിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. ഇതുപോലെ ഒരു ജെൻസി അവരുടെ മാനേജർക്ക് എഴുതിയ ഒരു ലീവ് ലെറ്റർ ആണ്. കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. കാരണം എനിക്കൊക്കെ പേടിയാണ് എൻ്റെ മാനേജർക്ക് ഇങ്ങനെ ലീവ് ലെറ്റർ എഴുതാൻ. അതിൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്: എനിക്ക് ബോറടിക്കുന്നു, എനിക്ക് പണിക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ 2 ദിവസം ട്രിപ്പ് പോവാണ്, തെളിവിനായിട്ട് എൻ്റെ ട്രെയിൻ ടിക്കറ്റ് കാണിക്കുന്നു, അപ്പോൾ ബൈ വരുമ്പോൾ കാണാമെന്നുള്ള ഇത്ര മാത്രം. അല്ലാതെ ഒരു അങ്ങനത്തെ റെസ്പെക്റ്റഡ് സാറിനോ അല്ലാതെ ഒന്നുമില്ല. ഞാൻ പോകുന്നു, ഞാൻ വരുമ്പോൾ കാണാം, ഓക്കെ ബൈ. ഈ ജെൻസി ലീവ് ലെറ്റർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ജെൻസികൾ എല്ലാത്തിലും വളരെ ഷോർട്ടാണെന്ന് തോന്നുന്നു. അതെ, ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഷോർട്ടാക്കിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം സസ് അതുപോലെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമുക്ക് എഴുതാനുള്ള ഈസി കൊണ്ടും നമുക്ക് പറയാനുള്ള ഈസി കൊണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഇത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ചിലപ്പം അത് വ്യക്തമാണെന്നില്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഷോർട്ടായിട്ട് പറയുമ്പം അതെന്താണ് എന്ന കാര്യങ്ങൾ തപ്പി നോക്കാൻ വേണ്ടി പല സൈറ്റുകളിലും നോക്കും, ഇതെന്താണ് ഇതിനർത്ഥം. ചിലപ്പോൾ 2-3 ആൽഫബറ്റ് മാത്രമേ കാണത്തുള്ളൂ, നമുക്ക് മനസ്സിലാവില്ല എന്താ ഇവർ എഴുതുന്നതെന്ന്. പിന്നെ അതുപോലെ നീ കേട്ടിട്ടുണ്ടോ ജെൻസിന്റെ വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം? ഇല്ല. ജെൻസിന്റെ വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പോപ്പുലർ ആയ ഒരു സംഭവമാണ്. അതായത് സോഷ്യൽ മീഡിയ ഫുൾ വൈറലായിരുന്നു. അത് ഒരു ഫേക്ക് വെഡ്ഡിങ് ആണ്, വേറൊന്നുമല്ല. ജെൻസികൾക്ക് ഒരു പാർട്ടി കൂടാൻ ഒരു കാരണം. അതായത് ആ കല്യാണത്തിൽ കാരണവരുടെ പതിവ് ചോദ്യങ്ങളോ അച്ഛന്മാരോ പൂജാരിയോ ഒന്നുമില്ല. പക്ഷെ ഈ വരുന്നവരൊക്കെ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഫുൾ എൻജോയ്മെന്റ് മാത്രം. അങ്ങനെ കുറെ നമ്മുടെ യുവാക്കൾക്കിടയിൽ കുറെ ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പോഴും അതിങ്ങനെ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതേസമയം ഒരു 90s ആൾക്കാർ സംബന്ധിച്ച് നമ്മളെ കാണുമ്പം എന്താ ഇത്, പുതിയ തലമുറ എന്താണ് ഇങ്ങനെ പോകുന്നത്, ആ ഒരു ടോണിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു വശത്ത് നല്ലതാണെങ്കിലും മറുവശത്ത് നമുക്ക് എന്താ പറയാ, ഇതുപോലെയുള്ള ഓരോ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. എനിക്ക് തോന്നുന്നു ജെൻസി കുറച്ചുകൂടെ ഈസിയാണ് എല്ലാ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. അവർ നമ്മുടെ ഒരു 90 കാലഘട്ടത്തിന് മുന്നിൽ ജീവിക്കുന്ന പോലെ അവർക്ക് വലിയ ടെൻഷൻ ഇല്ല. അവർക്ക് അന്നത്തേക്കുള്ളത് അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഈ ജെൻസീസ് ഭയങ്കര ടെററാണെന്ന രീതിയിൽ ഒരുപാട് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ജെൻസികൾ ടെറർ ആയതുകൊണ്ടല്ല, എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കര ബോൾഡാണ്. നമ്മളിപ്പം ഒരാളുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും, അവർ പറഞ്ഞ കാര്യം എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലേ പോലും, ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരെന്ന് പറഞ്ഞാൽ അവർ സ്ട്രെയിറ്റ് ആണ്, നേരെ വാ നേരെ പോ. എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ മുഖത്ത് നോക്കി പറയാം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവർ അങ്ങനെ അതുപോലെ ഇങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരു സ്വഭാവം എന്നല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ആരുടെ അടുത്തും പറയാം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മുടെ ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് പറയാൻ കുറേ ബാരിയേഴ്സ് ഉണ്ടാവും. നമ്മൾ അതൊക്കെ നോക്കി മറ്റുള്ളവരുടെ ഇമോഷൻസ് നോക്കിയിട്ടല്ലേ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ടെറർ ആണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ജെൻസികൾ യഥാർത്ഥത്തിൽ പാവമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കും ജെൻസികളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് വാക്കുകളൊക്കെ പഠിക്കാം. ഓക്കെ, നാളെ സെറ്റാക്കാം.